നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സ്കൂളിലെ മീറ്റിംഗിൽ പ്രസംഗിച്ചതിനിടെ കുഴഞ്ഞുവീണ അധ്യാപിക മരിച്ചു. അങ്കമാലി വാബാലിശ്ശേരി പയ്യപ്പള്ളി കൊളുവൻ ഫിനോബിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത്. വെള്ളാർങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചീപ്പുംചിറയിൽ ചീപ്പുംചിറ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ തീരുമാനം. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കോട്ടപ്പുറം രൂപത നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രാസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങിനുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. രൂപത ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പന്തലിന് കാൽനാട്ടി. വാർത്തകൾ വിശദമായി. സ്കൂളിലെ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ അധ്യാപിക മരിച്ചു. അങ്കമാലി വാബാലിശ്ശേരി പയ്യപ്പള്ളി കൊളുവൻ ഫിനോബിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത്. കൊരട്ടി LF കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. +2 വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് കുഴഞ്ഞുവീണത്. ഉടൻ കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചീപ്പുംചിറയിൽ ചീപ്പുംചിറ ഫെസ്റ്റ് 2024 സാംസ്കാരിക മഹോത്സവം സംഘടിപ്പിച്ച് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തനം തുടങ്ങാൻ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ള പൊതുജനങ്ങൾ എന്നിവരുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. കലാമേളകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, കുട്ടികൾ, വനിതകൾ, മുതിർന്നവർ തുടങ്ങിയവരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിവിധ മത്സരങ്ങൾ, ഘോഷയാത്രകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ പരിപാടികൾ അരങ്ങേറും. പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിനായി പുഴയോരത്ത് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് അധ്യക്ഷതയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷിന് മാളയിൽ സ്വീകരണം നൽകി. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ കള്ളക്കേസിൽ കുടുക്കി 18 ദിവസം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷിനാണ് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗം KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം LDF വരും, എല്ലാം ശരിയാകും. അതായിരുന്നു നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളിൽ, കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന വാർത്തകളിൽ LDF വരും, എല്ലാം ശരിയാകും. ഇവിടെ എന്താണ് ശരിയായത്? പാവപ്പെട്ട കർഷകൻ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തതാണോ ശരിയായത്? പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചതാണോ നിങ്ങൾ ശരിയാക്കിയത്? ഇവിടെ എന്താണ് കേരളത്തിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമ്മുടെ ഈ ഗവൺമെൻറ് ചെയ്തത്? അതിനെതിരെയുള്ള ഒരു ആത്മപ്രതിഷേധം യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് നിങ്ങളുടെ സഖാക്കൾ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കൊണ്ട് നെറ്റി പൊട്ടി അദ്ദേഹത്തിന് സ്റ്റിച്ചിടേണ്ടി വന്ന സന്ദർഭം സഖാക്കൾ ഓർക്കണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ VA അബ്ദുൾ കരീം, AA അഷറഫ്, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ES സാബു, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ, ജോസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിംസൺ നടവരമ്പൻ, MA ജോജോ, മുഹമ്മദ് ഫൗസി, PK തിലകൻ, ഷാജു മണവാളൻ, സാബു കൈതാരൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന 3ാമത് കേരള സെൻട്രൽ സ്കൂൾ അത്ലറ്റ് മീറ്റിൽ ഹൈജമ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ദേവദർശന് ആദരവ് നൽകി. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കോമ്പാത്ത് മനോജിന്റെ മകൻ ദേവദർശിനെ വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, കോൺഗ്രസ് നേതാക്കളായ സക്കീർ കോൽപ്പറമ്പിൽ, MA നിസാർ, ജസീൽ പിച്ചത്തറ എന്നിവരുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി ആദരിച്ചു. കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച മോതിരക്കണ്ണി ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കുറ്റിച്ചിറ കുഴിപ്പിള്ളി നിഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. കുറ്റിക്കാട് സ്വദേശി മേക്കാടൻ രാഹുലിനെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ബാറിലുണ്ടായ തർക്കത്തിനു ശേഷം കൂട്ടുകാരനോടൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന രാഹുലിനെ തടഞ്ഞു നിർത്തി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ്.
കോട്ടപ്പുറം രൂപതാ നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രാസ് പുത്തൻവീട്ടിലിന്റെ 20-ന് നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിനുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണത്തിൽ കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പന്തലിന് കാൽനാട്ടി. കത്തീഡ്രലിന്റെ മുൻഭാഗത്താണ് വിശാലമായ പന്തൽ ഒരുക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോബി കാട്ടാശ്ശേരി, കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, സഹവികാരി ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ, ആരാധനാക്രമ കമ്മിറ്റി ജോയിന്റ് കൺവീനർ സിസ്റ്റർ ഫ്ലാവിയ CTC, സിസ്റ്റർ ബോൺസി CTC, ജോയിന്റ് ജനറൽ കൺവീനർ PJ തോമസ്, ലൈറ്റ് സൗണ്ട് ആൻഡ് പന്തൽ കമ്മിറ്റി കൺവീനർ സെലസ്റ്റീൻ താണിയത്ത്, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ VM ജോണി എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സ്കൂളിലെ മീറ്റിംഗിൽ പ്രസംഗിച്ചതിനിടെ കുഴഞ്ഞുവീണ അധ്യാപിക മരിച്ചു. അങ്കമാലി വാബാലിശ്ശേരി പയ്യപ്പള്ളി കൊളുവൻ ഫിനോബിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത്. വെള്ളാർങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചീപ്പുംചിറയിൽ ചീപ്പിൻചിറ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ തീരുമാനം. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കോട്ടപ്പുറം രൂപതാ നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രാസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങിനുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. രൂപതാ ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പന്തലിന് കാൽനാട്ടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.